നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ബാറോസ് അതായത് ലാലേട്ടൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ബാറോസ് എന്ന് പറയുന്ന സിനിമ ആദ്യം തന്നെ ഞാൻ പറയാം. അതായത് ലാലേട്ടൻ്റെ സിനിമ എന്നുള്ള, ലാലേട്ടൻ അഭിനയിച്ച സിനിമ എന്നുള്ള തലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇത് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് കാണാനുള്ള കാര്യമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും കുട്ടികൾക്കും അത്രത്തോളം അങ്ങടങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ 3D എഫക്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അതായത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു ടൈപ്പിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇംഗ്ലീഷുകാരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചതെങ്കിലും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശബ്ദം നൽകിയിരിക്കുന്നത് മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവർ മലയാളത്തിലും സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരുപാട് പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ വലിച്ച നീട്ടലുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ഒരുപാട് പേര് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന അഭിപ്രായമുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരാളുടെ മുഖത്തും ഒരു സന്തോഷമില്ല. ഇതൊന്നുമല്ല അവരൊന്നും ലാലേട്ടനിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. എന്തൊക്കെയായാലും ലാലേട്ടൻ്റെ സംവിധാനമാണ്, എന്തെങ്കിലും ഒരു പ്രത്യേകത അതിലുണ്ടാകും. അതുമാത്രവുമല്ല ഒരുപാട് വർഷമായിട്ട് ഇയാൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ എന്തോ ഒരു സംഭവം ഇതിൻ്റെയൊക്കെ തുണ്ട് എന്നുള്ള തരത്തിൽ പോയി കണ്ടപ്പോഴേ ആകെ ഉള്ളൊരു സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വരുന്ന ഒരാളാണ്. അയാൾ മാത്രമേ ഉള്ളൂ. അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്നത് തന്നെയാണ്. അതുമാത്രമാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അയാളുടെ കാമുകിയാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രമാത്രം ശരിയുണ്ട് എന്ന് പറയുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങ് ദഹിച്ചു എന്ന് വരില്ല. ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്നത് പോലെയാണ്. അതായത് ഒരു ചലനം, അതായത് ചെറിയൊരു ചലനമുള്ള മൂവി മാത്രം. ഒരു സ്പീഡോ ഇല്ലെങ്കിൽ ഒരു കാര്യമോ ഇല്ലെങ്കിൽ നമുക്ക് രസിക്കാൻ പറ്റിയൊരു കാര്യമോ അങ്ങനെയൊന്നുമില്ല. ഒരു 3D കൊണ്ടുള്ള ഒരു വിസ്മയം എന്ന് തന്നെ പറയേണ്ടി വരും. 3D ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 3Dയും കൂടി ഇല്ലെങ്കിൽ ഈ പടം ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ രസിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊരു സിനിമ കാണുമ്പോഴേ അടുത്ത ഷോട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത എന്തായിരിക്കും, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു എന്ന് വരും. പക്ഷേ അവിടെയുള്ള ഒരു കുട്ടികൾ പോലും ചിരിക്കുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖത്തും ഇതെന്തൊരു ശല്യമാണ് എന്നുള്ള തരത്തിലാണ്. കാരണം എന്തോന്നറിയില്ല, ഒരു എന്താ പറയുക, അങ്ങനെ അങ്ങ് സുഖം കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളെല്ലാവരും പിന്നെ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നരസിംഹവും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ മീശ വിരിക്കുന്ന ഈ സംഭവം ഇതൊന്നും കണ്ടിട്ടല്ല നമ്മൾ കാണാൻ പോയിരിക്കുന്നത്. അതായത് നമുക്ക് അതിൻ്റെ ഒരു ട്രെയിലറും ഇതൊക്കെ വന്നപ്പോൾ തന്നെ അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തുണ്ടാവില്ല. ഇതിൻ്റെ അകത്തുണ്ടാകുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ആ ഒരു ഇതിലോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നതെങ്കിലും അവിടെ എത്തിയിട്ട് ഇത് തുടങ്ങിയപ്പോൾ നല്ല ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോക്ക് ഒരു വളരെ, അതായത് ചില കഥാപാത്രങ്ങളൊക്കെ നമ്മളെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്ന തരത്തിലായിരുന്നു. അതിനകത്ത് ഒരുപാട് ഒരു എന്താ പറയേണ്ടത്, ഒരു പിന്നെ മന്ത്രവാദി ഇതൊക്കെ വരുന്നത് ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു തരം ഈ നാടകം കാണുന്നില്ല, അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ ലാലേട്ടൻ്റെ ആദ്യത്തെ ഒരു സംവിധാനമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പൊക്കി അടിക്കണം, അതായത് ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറയാനില്ല. ഈ സിനിമ എങ്ങനെയും ഓടും, ഉറപ്പാണ്. ഈ സിനിമ ഓടാതൊന്നും ഇരിക്കത്തില്ല. അതായത് എല്ലാവരും കാണും, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇത് വിജയമാണോ പരാജയമാണോ എന്നൊന്നുമില്ല. ലാലേട്ടൻ്റെ ഒരു സിനിമ, ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അയാൾ നിർമ്മിക്കുന്ന ഒരു സിനിമ, അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കാണും. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ അഭിനയം മാത്രമാണ്. ഈ ഒരു സിനിമയിൽ നിന്ന് പറഞ്ഞാൽ സംവിധാനത്തിലൂ കൂടി വരുമ്പോഴേ അതിൻ്റെ ഇത് ക്വാളിറ്റി എങ്ങനെയാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സിനിമ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പുതുമ നൽകുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അതായത് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ്, അപ്പോൾ പുതുമയുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സ്ക്രീനിൽ വരുമ്പോൾ എത്രത്തോളം മികച്ചതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ആ കഥയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഏത് കഥാപാത്രമായാലും ലാലേട്ടൻ കുറച്ച് വിസ്മയി എന്നവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില ഡയലോഗുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള ഡയലോഗുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, വലിയ ആളോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും,
പോലും, അതായത് നമ്മുടെ ഒടിയൻ്റെ അകത്ത് മാണിക്ക ഇത്തിരി കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ച പോലെയാണ്. ഒരു വലിയൊരു സംഭവം എടുക്കുമ്പോഴേ ഇത്രയും ബാലിശമായിട്ടുള്ള ചില ഡയലോഗുകൾ വരുമ്പോഴേ ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂവാതിരുന്നത് ഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് പറഞ്ഞതുപോലെ ആവും എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയുള്ള കുറച്ച് ഡയലോഗുകളുണ്ട്, ഒരു 2-3 ഡയലോഗുകളുണ്ട് ലാലേട്ടൻ്റെ. അത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ പാട്ടിനെ പറ്റി എന്ന് പറഞ്ഞാൽ 2 പാട്ടങ്ങാറ്റാണ് ഉള്ളത്. അത് 2 പാടിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടൻ തന്നെയാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് ടൈറ്റിൽ കാണിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ആസ്വദിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക്, ലാലേട്ടൻ്റെ പ്രേക്ഷകർക്ക് അത്രത്തോളം ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ മൂഡിൽ ഒരു സിനിമ കാണേണ്ട ഒരു പ്രേക്ഷകരൊന്നും ലാലേട്ടനില്ല. ലാലേട്ടൻ്റെ പ്രേക്ഷകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവങ്ങളാണ് അവരെ. ഇപ്പം നമ്മുടെ ജോജു ജോർജിൻ്റെ ആദ്യത്തെ സംവിധാനത്തിലുള്ള പണി എന്ന് പറയുന്ന ഒരു സിനിമ, ജോജുവിൽ നിന്നും നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് അത് തന്നെയാണ് കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ജോജുവിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിഞ്ഞില്ല. ജോജുവിൻ്റെ മനസ്സിലുള്ള സിനിമ, ജോജു പ്രേക്ഷകർക്ക് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ച സിനിമ, അതിൽ പുതുമയുണ്ടോ ഇതുണ്ടോ ഒന്നുമല്ല, അയാൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതിൽ സക്സസ് ആയി എന്നുള്ളതാണ്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്നും ഇതൊരു പിന്നെ മഹാഗ്രന്ഥം പോലെ ആയിരിക്കണം, ഈ ഒരു സിനിമ എന്നും ഇവിടെ തന്നെ ഉണ്ടാവണം, ഒരുപാട് പേർക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയും അവസാനത്തെ സിനിമയും ഇതായിരിക്കും എന്നുള്ള തരത്തിൽ ഒരു സിനിമയാണെങ്കിലും ആ സിനിമ അതേ ഒരു ക്വാളിറ്റി നിലവാരത്തിൽ വരണം, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമ. അതുമാത്രമാണ് ലാലേട്ടനും ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ മിക്കവാറും നല്ലോണം ഓടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പ്രേക്ഷകർ, അതായത് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള അഭിപ്രായം വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ലാലേട്ടൻ്റെ അടുക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് കണ്ടിരിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു സിനിമ എവിടെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും കണക്റ്റ് ആവില്ല എന്നുള്ളതാണ്. ചില ആൾക്കൊന്നും കണക്റ്റ് ആവുകയും ചെയ്യില്ല എന്താണ് ഉദ്ദേശിക്കുക. കാരണം ഒരുപാട് പിന്നെ എന്താ പറയുക 400 വർഷം പഴക്കമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇതൊരു പിന്നെ എന്താ പറയുക ഒരു സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ വേഷങ്ങളും ഭൂഷാദികളും മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഏറ്റവും ഭയങ്കര നമ്മുടെ ബോറടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴിറങ്ങുന്ന സിനിമകളിലുള്ള ഇങ്ങനെയുള്ള പ്രാകൃത വേഷങ്ങൾ, അത് കാണുമ്പോൾ തന്നെ പടച്ചട്ടിയും മറ്റേ ഇതൊക്കെ കിട്ടിയിട്ടുള്ള വേഷങ്ങൾ ഈ കങ്കുവ എന്ന് പറയുന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പടച്ചട്ട കിട്ടിയിട്ടുള്ള ഈ വേഷങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു അറപ്പ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇമാതിരിയുള്ള വേഷങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ വേറൊരു സിനിമ വരുന്നുണ്ട്, ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളൊരു കത്തിവേഷം എന്നാണ് പറയുന്നത്. അതായത് ഈ പടച്ചട്ടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയുള്ള ഈ വേഷങ്ങൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും എനിക്കറിയുന്നില്ല. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാണേണ്ടവർ പോയിട്ട് കാണുക, കാണാത്തവർ കാണണ്ട, അത്ര മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.